ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ മരണം 4 വിഴുപ്പുറത്താണ് വൈദ്യുതാഘാതമേറ്റ് ഒരാൾ മരിച്ചത്. ഡിറ്റ്വ ദുർബലമായി ന്യൂനമർദ്ദമായിട്ട് മാറും. ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 334 എന്ന വാർത്തയാണ് വരുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മനീഷ് മൂർത്തി പട്ടിണപ്പാക്കം ബീച്ചിൽ നിന്ന്, ചെന്നൈയിലാണ് ഇപ്പോൾ ബീച്ച്, അവിടെ നിന്ന് ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, നല്ല കാറ്റുണ്ടല്ലോ, കുട പറന്നു പോകാൻ നോക്കിക്കോണേ. 24 കുട പറത്തരുത്. പിടിച്ചോളൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പരമാവധി കാറ്റുണ്ട്, പക്ഷേ ഇന്നലെ നമ്മൾ അനുഭവിച്ച അത്രയും ഇല്ല. ഇന്നിപ്പോൾ കാറ്റിനൊരു വേഗമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കടലിൻ്റെ രൂപത്തിലും ആ ഒരു മാറ്റമുണ്ട്. കാരണം ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞവനും ഇന്നിപ്പോൾ ന്യൂനമർദ്ദമായി മാറും ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഇന്നലെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടിയാണ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയത്. ഇപ്പോൾ ചെന്നൈ തീരത്ത് നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ തീവ്ര ന്യൂനമർദ്ദമുള്ളത്. അത് ഇന്നലെ തീവ്ര ന്യൂനമർദ്ദമായതിനു ശേഷം 24 മണിക്കൂർ, അതാണ് ഒരു സമയം ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത്. ആ രീതിയിലാണ്. എന്തായാലും ഇന്നിപ്പോൾ രാത്രിയോടുകൂടി അത് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും. പക്ഷേ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ളൊരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നിപ്പോൾ തിരുവള്ളൂർ ജില്ലയിൽ മാത്രമാണ്, ഇന്നത്തെ ദിവസം മുഴുവൻ തിരുവള്ളൂർ ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് വന്ന അപ്ഡേറ്റിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള 10 ഇടങ്ങൾ, അത് രാവിലെ 10 മണി വരെയുള്ള ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അതിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള 10 ജില്ലകൾക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കാറ്റിന്റെ കാര്യമാണെങ്കിൽ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ 65 മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും എന്നൊരു കാര്യവും പറയുന്നു. ഇന്നിപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. വിഴുപ്പുരത്താണ് ആ മരണം ഉണ്ടായിട്ടുള്ളത്. വൈദ്യുതാഘാതമേറ്റാണ് കെ സുബ്രഹ്മണി എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. അങ്ങനെ ആകെ മരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ ആകെ മരണം 4 ആയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീലങ്കയിലേക്ക് പോയാൽ ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 334 മരണസംഖ്യ. ഇതുവരെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 334. 300-ലധികം പേരെ അവിടെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഡിറ്റ്വ നാശം വിതച്ചത് ശ്രീലങ്കയിലായിരുന്നു. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇപ്പോഴും 20 ജില്ലകൾ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിൽ ആണ് എന്നുള്ളതാണ്. അവിടെ പരമാവധി ഇന്ത്യ ഉൾപ്പെടെയുള്ള നാവികസേനയും, ഇന്ത്യയുടെ നാവികസേനയും NDRF-ഉം ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ കൂടി അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ റിലീഫ് മെറ്റീരിയൽ എല്ലാം തന്നെ അവിടെ കൃത്യമായി തന്നെ എത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇന്ത്യ പരമാവധി ശ്രീലങ്കയെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ പോയ ആളുകൾ, അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ എല്ലാം തന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഒടുവിലത്തെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്നത്. ഈ കൊളംബോ വിമാനത്താവളത്തിലൊക്കെ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളുമായുള്ള ഒരു വിമാനം വന്നത്. എന്തായാലും അതിൻ്റെ ഒരു ഇത് കര തൊടും എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. എന്തായാലും ആ ഒരു പ്രശ്നം ഇപ്പോൾ നിലവിലില്ല. അത് ഇന്നലെ തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു. ഈ ചെന്നൈ തീരത്ത് നിന്ന് 90 കിലോമീറ്റർ അകലെ ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദമുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അത് ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും. SKN. താങ്ക് യു മനീഷ് മൂർത്തി. ചെന്നൈയിലെ പട്ടിണപ്പാക്കത്ത് നിന്നാണ്, ആ ബീച്ചിൽ നിന്നാണ് മനീഷ് മൂർത്തി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.